എല്ലാ സുഹൃത്തുക്കൾക്കും ഇപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറേ ചോദ്യങ്ങളാണ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത്. അതിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 7 ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. ഇത് മേ ബി നിങ്ങൾ വീഡിയോ കാണുന്ന പലരുടെയും ചോദ്യങ്ങളായിരിക്കാം, അതുകൊണ്ടാണ് ഈ ഒരു 7 ചോദ്യം തിരഞ്ഞെടുത്തത്. ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ചാനലുകളും അതുപോലെ തന്നെ അവരുടെ സംശയങ്ങൾ നമുക്കൊന്ന് നോക്കാം. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യമായിട്ട് എന്നോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് പോപ്പീസ് ആൻഡ് VBT എന്ന് പറയുന്നൊരു ചാനലാണ്. പോപ്പീസ് ആൻഡ് VBT. ചേട്ടാ, ഞാൻ 1 മാസം മുന്നേ ഒരു ചാനൽ തുടങ്ങിയിരുന്നു. ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ നോക്കുമ്പോൾ ടോട്ടൽ വ്യൂ ടൈം ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മിനിറ്റുകൾ ഇന്നത്തേക്ക് കുറഞ്ഞിരിക്കുന്നു. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം തന്നെ ആദ്യം സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ വാച്ച് ടൈം ഓരോ ദിവസം കൂടുന്തോറും കുറഞ്ഞു വരുവാണ്, അതെന്താണെന്നാണ് ചോദിക്കുന്നത്. വാച്ച് ടൈം കുറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ വ്യൂവേഴ്സ് കുറയുന്നത്, ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല. നമ്മൾ അനാലിറ്റിക്സിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് സെഷനിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ലാസ്റ്റ് 28 ദിവസത്തെയാണ്. ലാസ്റ്റ് 28 ദിവസം എന്ന് പറയുമ്പോൾ ഓരോ ദിവസം പിന്നിടുമ്പോഴും ലാസ്റ്റ് 28 ദിവസം ഒരു ദിവസത്തെ മറികടന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ വാച്ച് ടൈം തന്നെ പിന്നീട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് സ്റ്റേബിളായിട്ട് പോവുകയുള്ളൂ. ഓരോ ദിവസം പിന്നിടുമ്പോഴും വ്യൂവേഴ്സും വാച്ച് ടൈമും കുറയാനും വേരിയേഷൻസ് ഉണ്ടാവാനും പറ്റും. അപ്പോൾ അതിൽ മെയിൻലി ചില ചാനലുകൾക്ക് വാച്ച് ടൈം ഓരോ ദിവസം കഴിയുന്തോറും കൂടുന്നുണ്ടാവാം, ചില ചാനലുകൾക്ക് വാച്ച് ടൈം ഓരോ ദിവസം കഴിയുന്നതോറും കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് 28 ദിവസത്തെ കണക്കിൽ വ്യൂവേഴ്സും അതുപോലെ തന്നെ വാച്ച് ടൈമിലും ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഡിഫറൻസ് ഇവിടെ സംഭവിക്കും. കാരണം എല്ലാ ദിവസവും എല്ലാവരും 5 മിനിറ്റ് ഉള്ള വീഡിയോ ഒരുപോലെ തന്നെ ഇരുന്ന് 5 മിനിറ്റും കാണുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഓരോ ദിവസവും വരും. ചില ദിവസം 2 മിനിറ്റ് വീതം കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ, ചില ദിവസം 3 മിനിറ്റ് വീതം കണ്ടിട്ടുണ്ടാവും. ഈ ചേഞ്ചസ് നമ്മുടെ കണക്കിൽ വരുന്ന ചേഞ്ചസ് ആണ്. അത് കുറച്ചൊന്ന് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇലക്ട്രോടെക് യൂണിപീജീസ് എന്നാണ് ചാനലിൻ്റെ പേര്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ചാനൽ സെർച്ചിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പാടാണ്. ഉണ്ണിപീജീസ് എന്നാണോ യൂണിപീജീസ് എന്നാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഹായ് ബ്രദർ, ഞാൻ കഴിഞ്ഞ 8 മാസമായി ഒരു ഫുഡ് വ്ലോഗ് ചെയ്യുന്നുണ്ട്. ആദ്യകാലത്ത് എനിക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. പോസ്റ്റുകൾക്ക് ഇപ്പോൾ നല്ല റീച്ച് കിട്ടുന്നില്ല. എന്തായിരിക്കാം കാരണം? 700 പേരുടെ അടുത്ത് എൻ്റെ ചാനലിലുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും 700 പേരെന്ന് പറഞ്ഞത്. ആദ്യ വീഡിയോ ഇടുമ്പോൾ തന്നെ 200-ലധികം റീച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ 50 തന്നെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. എന്താകാൻ കാരണം? ചാനൽ ലിങ്ക് താഴെ കൊടുക്കുന്നു. ചാനൽ പോയി നോക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. എന്താണ് കാരണമെന്നുള്ളത് പറയാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് കാണാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ യൂട്യൂബ് അതിൻ്റെ റീച്ച് ഓരോ ദിവസവും കുറച്ചുകൊണ്ട് വരും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബെല്ലൈക്കണും നോട്ടിഫിക്കേഷനും ഒന്നും ഇട്ടിട്ടില്ല എങ്കിൽ പോലും അവരുടെ ഫീഡിൽ, ഇപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു 100 പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരു 20 പേരൊക്കെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടുള്ളൂ. 80% ആൾക്കാരും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത 80% ആളുകളിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ ഫീഡിൽ അത് എത്തും. നമ്മളുടെയൊക്കെ ഫീഡിൽ പലരുടെയും വീഡിയോ കാണുന്ന പോലെ. അപ്പോൾ ആ യൂട്യൂബ് ഫീഡിൽ അത് എത്തുമ്പോൾ, യൂട്യൂബ് ഫീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ കാണുന്ന ഏരിയയാണ് യൂട്യൂബ് ഫീഡ്. അവിടെ അവർ ആ വീഡിയോ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ആ 80% ആൾക്കാരില്ലേ, അതിൽ എത്ര ശതമാനം ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകളിലേക്ക് സജഷനിലേക്കൊക്കെ യൂട്യൂബ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ 80% ആൾക്കാരും റെസ്പോണ്ട് ചെയ്യാതെ വരികയും ബെല്ലൈക്കൺ ചെയ്ത 20% മാത്രം വീഡിയോ കാണാനും തുടങ്ങുമ്പോഴാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ 50% മാത്രം അല്ലെങ്കിൽ 50 വ്യൂസ് മാത്രം കിട്ടുന്നു. മുമ്പ് 200 കിട്ടിയിരുന്നത് ഇപ്പോൾ കിട്ടുന്നില്ല. അതിനാകെയുള്ള വഴി എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ആരുടെയെങ്കിലും ഫീഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും അത് ഷെയർ ചെയ്യാനുള്ള ടൈപ്പ് നല്ല കണ്ടൻറ്റുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് ചാനൽ കയറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യുണീക്ക് ട്രെൻഡ്സ്. ഐ പെർമനൻ്റ്ലി ഡിലീറ്റഡ് ദി ചാനൽ ആയിഷ മാഫ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ബ്രാൻഡ് അക്കൗണ്ട്. ഐ ക്യാൻ റിക്കവർ. ഒരു ചാനൽ ബ്രാൻഡ് അക്കൗണ്ട് ആക്കാൻ നോക്കിയതായിരിക്കാം ഇത്. ബ്രാൻഡ് അക്കൗണ്ട് ആക്കാൻ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അതിലൊരു പോർഷനിൽ ചാനൽ ഡിലീറ്റ് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ ഏത് ചാനലാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ ചാനൽ ഡിലീറ്റ് ആയി പോകും. അതായത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാനൽ ഡിലീറ്റ് ആയി പോകും. അങ്ങനെ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതായത് പറ്റില്ല എന്ന് തീർത്തും കൂട്ടി പറയാൻ പറ്റില്ല. പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നൊരു ഡയറക്റ്റ് സപ്പോർട്ട് കിട്ടിയ യൂട്യൂബിൻ്റെ ടീം വിചാരിക്കാതെ അതിനൊരു പ്രത്യേകം ഫോമോ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനോ ഒന്നും യൂട്യൂബ് ഡയറക്റ്റ്ലി നൽകുന്നില്ല. പിന്നെ നമുക്കൊരു മെയിൽ അയച്ച് യൂട്യൂബ് സപ്പോർട്ടിലേക്കൊക്കെ മെയിൽ അയച്ച് അല്ലെങ്കിൽ യൂട്യൂബിന് ട്വിറ്ററിലൊക്കെ ഒന്ന് ടാഗ് ചെയ്തൊക്കെ ഒരു ഹെൽപ്പ് ചോദിക്കാന്നുള്ളതേ ഉള്ളൂ. അത് അവരുടെ ശ്രദ്ധയിൽ പെട്ടാൽ 100-ൽ ഒരാൾക്ക് ചിലപ്പോൾ അത് സംഭവിക്കാം. അങ്ങനെ ശ്രദ്ധയിൽ പെട്ടാൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചു കിട്ടും. അടുത്ത ചോദ്യം റെസിപ്പീസ് ബുക്കാണ് ചോദിക്കുക. അപ്പോൾ ആഡ് വന്നില്ലെങ്കിൽ ക്യാഷ് കിട്ടൂല്ലേ? അതായത് നമ്മുടെ 1000 വ്യൂസും സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇതിനകത്തൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പരസ്യത്തിനനുസരിച്ചാണ് റവന്യൂ കിട്ടുന്നതെന്ന്. പരസ്യം വന്നില്ലെന്നുണ്ടെങ്കിൽ റവന്യൂ കിട്ടില്ല. വ്യൂസ് 1,00,000 വന്നു, അതിനകത്ത് ഒരു തവണ പോലും പരസ്യം കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് റവന്യൂ കിട്ടില്ല. പിന്നീടുള്ളത് ട്രിപ്പ് ആൻഡ് ട്രാവലോഗ്സ് എന്ന് പറയുന്ന ചാനലാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ചോദ്യം, കൊറോണ ആയിട്ട് ഏണിങ്സ് കുറഞ്ഞവരുണ്ടോ? എല്ലാവർക്കും ഇങ്ങനെയാണോ അതോ എനിക്ക് മാത്രമാണോ? അങ്ങനെ ഏണിങ്സ് കുറഞ്ഞു എന്ന് തീർത്തു കൂട്ടി പറയാൻ പറ്റില്ല. ഏണിങ്സ് കുറഞ്ഞ ആളുകളുമുണ്ട്, എന്നാൽ ഏണിങ്സ് അതുപോലെ തന്നെ സ്റ്റേബിളായി നിൽക്കുന്നതുമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചാനലിൻ്റെ വ്യൂവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ കൊറോണയുടെ സമയത്ത് പല ചാനലുകളും, ഫോർ എക്സാമ്പിൾ ടൂറിസം മേഖലയൊക്കെ താഴെയാണ്. അപ്പോൾ അവിടെയൊന്നും ചിലപ്പോൾ അധികം പരസ്യം കാണത്തില്ല. അതുപോലുള്ള സബ്ജക്റ്റുകൾ റെഫർ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവർ കാണുന്ന വീഡിയോയിലൊന്നും പരസ്യം കാണത്തില്ല. അപ്പോൾ അവരാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ചിലപ്പോൾ പരസ്യം വരണമെന്നില്ല. മറിച്ച് ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ സെല്ലിങ്, ഓൺലൈൻ ബിസിനസ്, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പരസ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെയുള്ള വ്യൂവേഴ്സാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ, ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ പരസ്യം കൂടുതൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് റവന്യൂ കുറയാൻ ചാൻസ് ഇല്ല. വ്യൂവേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ചാനലിൻ്റെ റവന്യൂ സ്റ്റേബിളായി നിൽക്കുക. അടുത്ത ചോദ്യം ഇസ്ലാമിക് സോൺ എന്ന് പറയുന്നൊരു ചാനലാണ്. എല്ലാ വീഡിയോയിലും ഒരേ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? എല്ലാ വീഡിയോയിലും ഒരേ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ബേസിക് ആയിട്ടൊരു ഇൻട്രോയും ഔട്ട്രോയും വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എല്ലാ വീഡിയോയിലും നമുക്കത് കൊടുക്കാം, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത ചോദ്യം മൈ ട്രിപ്ലറ്റ് ജേർണി NCSൻ്റെ കുഴപ്പത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിക്കാമോ? NCS എന്ന് പറയുന്നത് NCS മ്യൂസിക് ആണ്, നോൺ കോപ്പിറൈറ്റ് സോങ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പലരും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോൺ കോപ്പിറൈറ്റ് സോങ്സ് ഒന്ന് സെർച്ച് ചെയ്ത സോങ്ങുകൾ നമ്മൾ എടുത്ത് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിച്ച സോങ്ങിന് പിന്നീട് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഡിസ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അതായത് നമുക്ക് റൈറ്റ്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട്, പക്ഷെ നമുക്ക് റൈറ്റ്സ് ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ എടുത്ത് ഉപയോഗിച്ചാണ്, ഇത് നോൺ കോപ്പിറൈറ്റ് ആണ് എന്ന് പറഞ്ഞ് ഡിസ്പ്യൂട്ട് ചെയ്യാനേ പറ്റുകയുള്ളൂ. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ കമ്പനി ഓണർ അല്ലെങ്കിൽ ഈ മ്യൂസിക്കിൻ്റെ ഓണേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, റിജക്റ്റ് ചെയ്യാം. നമുക്കതിൽ നിന്ന് റവന്യൂ കിട്ടാത്ത അവസ്ഥ വരാം. അപ്പോൾ NCS മ്യൂസിക് എനിക്ക് പറയാനുള്ളത്, നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അതിനകത്ത് വേറെ കൂടുതലൊന്നും ചോദിക്കാനില്ല. ആസ് എ ക്രിയേറ്റർ നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല. വേറെ ഒന്നും അതിനകത്ത് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഉപയോഗിക്കുക അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഇല്ല. NCS ഉപയോഗിക്കാൻ പാടില്ല. യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിലുള്ള സോങ്സ് മാത്രം ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് ഏതെങ്കിലും തരത്തിലും കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ, യൂട്യൂബ് സോങ്സ് ഉപയോഗിച്ച് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കാനായിട്ട് മറ്റൊരു കണ്ടന്റ് ഓണേഴ്സിനും യൂട്യൂബ് പെർമിഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ട്രാക്കിംഗ് ഉണ്ടാവത്തില്ല. അതായത് ഈ കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ ട്രാക്കിംഗ് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് മാത്രം ഉപയോഗിക്കാൻ പറയുക. പിന്നെ ബെൻ സൗണ്ട് അതുപോലുള്ള പല എപ്പിഡമിക് സൗണ്ട്സ് ഇതുപോലുള്ളിടത്തു നിന്നൊക്കെ മ്യൂസിക്കുകൾ വാങ്ങാം. മ്യൂസിക്കുകൾ വാങ്ങുമ്പോൾ നമുക്കൊരു ടേംസും ലൈസൻസും ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിലും മറ്റ് പല ആളുകളും ഇതേ മ്യൂസിക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ നമ്മുടെ റൈറ്റ്സ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെ ചിലപ്പോൾ നമ്മളുടെ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 7 ചോദ്യങ്ങളായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നിയ ഒരു 7 ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് കൊടുക്കുക. നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ അതിൻ്റെ ആൻസേഴ്സ് പറയാം. അപ്പോൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ടിൽ ദെൻ ബൈ. സുബിൻ യൂസഫ്.